എത്ര കറ പിടിച്ച അയൺ ബോക്സ് ആണെങ്കിലും ദേ ഈ പേസ്റ്റ് ഇതുപോലെ തേച്ചാൽ മതി, പുതിയതുപോലെയാകും. തുടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അതിൽ അഴുക്കുകളെല്ലാം പോകുന്നുണ്ട്. നമ്മുടെ എല്ലാം വീടുകളിലെല്ലാം ഒരു പ്രശ്നമാണ് ഈ അയൺ ബോക്സിൽ കാണുന്ന കറുത്ത പാട് വരുന്നത്. കൂടുതൽ ഇത് വരാൻ കാരണം നമ്മുടെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ്. ചില ഡ്രസ്സുകളൊക്കെ നമ്മൾ അയൺ ചെയ്യുമ്പോൾ അതിൻ്റേതായ ചൂടിലിട്ട് എന്ന് വെച്ചാൽ അതിനൊക്കെ ഓരോ സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സ് അനുസരിച്ച് ചൂടിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് കൂടുതലും ഈ അയൺ ബോക്സിലൊക്കെ ഈ കളറുകൾ പിടിക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഐറ്റമാണ് ഉപ്പ്. പിന്നെ നമുക്ക് പേസ്റ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പേസ്റ്റ് എടുക്കുക. അത് നല്ല രീതിയിൽ തന്നെ അയൺ ബോക്സിൽ എവിടെയൊക്കെയാണോ പാടുകളുള്ളത് അവിടെ നല്ല രീതിയിൽ തന്നെ തേച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിടണം. ഉപ്പ് പൊടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിലേക്ക് ഉപ്പ് പൊടി ഇടുക. ഇതിലേക്ക് ഉപ്പ് പൊടിയും തേച്ചിട്ടുണ്ട്, പേസ്റ്റ് ഉപ്പ് പൊടിയും നല്ല രീതിയിൽ തന്നെ തേച്ചിട്ട് ഇതുപോലെ ഒരു ചെറിയ ബ്രഷ് എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഉരയ്ക്കണം. ഞാനിത് നല്ല രീതിയിൽ തന്നെ സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഞാൻ കൂടുതലും സ്ക്രബ് ചെയ്തേക്കുന്നത്. ഞാനവിടെ തുടച്ച് കാണിക്കാം. തുടയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അതിൽ അഴുക്കുകളെല്ലാം പോകുന്നുണ്ട്. നമ്മുടെ ഈ കോട്ടണിലെല്ലാം അഴുക്കെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുപാട് നാൾ പഴക്കം ഉള്ളത് കൊണ്ടാണ് ഇതിൽ അഴുക്ക് കൂടുതലും പോകാതിരിക്കുന്നത്. അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ സ്ക്രബ് ചെയ്യുമെങ്കിൽ പോകും. അഴുക്ക് പറ്റി കഴിയുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യാമെങ്കിൽ ഇതിലുള്ള അഴുക്കുകളെല്ലാം പോകും. നമ്മുടെ ഡ്രസ്സിലായാലും പിടിക്കത്തില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് നമ്മൾ ഇതിൽ അഴുക്ക് പറ്റുമ്പോൾ തന്നെ, അല്ല നമ്മുടെ തുണിയിൽ നിന്ന് ഉരുകി പിടിക്കുന്ന അഴുക്ക് അതിലുള്ളപ്പോൾ തന്നെ നമ്മളൊന്ന് ഇതുപോലെ ഒരു കോട്ടൺ എടുത്ത് ഇതുപോലെ പേസ്റ്റൊക്കെ തേച്ചിട്ടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും.